നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രം കാണുന്ന ഒരു ബോഡി സ്ട്രക്ചറാണ് നമ്മുടെ കൈകളൊക്കെ അത്യാവശ്യം ചെറുത്, നമ്മുടെ കാലുകളും ഭയങ്കര ചെറുത്. പക്ഷെ നമുക്ക് അരവണ്ണമൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ഇതിനെ സ്കിന്നി ഫാറ്റ് എന്ന് പറയും. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഡ്രസ്സ് ചെയ്താൽ നമ്മൾ ഭയങ്കര ഫിറ്റായിട്ടൊക്കെ തോന്നും. പക്ഷേ ഡ്രസ്സ് ഊരിക്കഴിഞ്ഞാൽ ഭയങ്കര അൺഹെൽത്തി ആയിട്ട് തോന്നും. ഇങ്ങനെയൊരു ബോഡി സ്ട്രക്ചർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് തന്നെയാണ്. ഇതിന് കുറേ റീസൺസ് ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇങ്ങനെയൊരു ബോഡി സ്ട്രക്ചർ വരുന്നത്. മൈ നെയിം ഇസ് അനുരൂപ് ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിലെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഹൈ കാർബ് ഡയറ്റ്. നമ്മുടെ ഫുഡ് സ്ട്രക്ചർ തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നമ്മുടെ ഇഡ്ഡലി, ദോശ, പൊറോട്ട, പുട്ട്, ഉപ്പുമാവ് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഓവർ കൺസ്യൂം ചെയ്യുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ആവറേജ് ഇന്ത്യൻ ഡയറ്റിൽ 70% കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പക്ഷേ കമ്പയർ ടു USA അവരുടെ ആവറേജ് ഡയറ്റിൽ വരുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് വെറും 45% ആണ്. അപ്പോൾ ഒന്ന് ഓർത്തേ ആ ഡിഫറൻസ് എന്തോരം ഉണ്ടെന്ന്. ഈ ഓവർ കൺസപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സും ലാക്ക് ഓഫ് പ്രോട്ടീനും ഇതാണ് മെയിൻ കാരണം നമ്മൾ ഇന്ത്യക്കാർക്ക് സ്കിന്നി ഫാറ്റ് വരാം. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ്. നമ്മൾ ഏതെങ്കിലും എക്സ്പേർട്ടിൻ്റെത് എന്നാലും ഏതെങ്കിലും ഡോക്ടറിൻ്റെത് എന്നാലും അവരാദ്യം ഒരാൾ ഹെൽത്തി ആണോ നോക്കുന്നത് അയാളുടെ BMI വെച്ചാണ്. അപ്പം ഞാൻ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നതാണ് BMI. ഈ ചാർട്ട് പറയുന്നത് വെച്ചാൽ ഒരു 18 to 24 റേഞ്ചിലാണെങ്കിൽ നിങ്ങളുടെ BMI നിങ്ങളൊരു ഹെൽത്തി പേഴ്സൺ എന്നാണ് ഈ ചാർട്ട് പറയുന്നത്. അപ്പം ഞാൻ രണ്ട് പിക്ചർ കാണിക്കാം. ഈ ആദ്യത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഒരു നോർമൽ ഒരു ആവറേജ് ഇന്ത്യൻ ബോഡിയാണ്. ഇത് BMI വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഹെൽത്തിയാണ്. പക്ഷേ ഞാൻ രണ്ടാമത് കാണിക്കുന്ന പിക്ചർ എന്ന് വെച്ചാൽ ഇത് അമേരിക്കൻ പ്രോ റെസ്ലറായ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനാണ്. ഇയാളുടെ BMI എന്ന് വെച്ചാൽ 32.5 ആണ്. എന്ന് വെച്ചാൽ ഇയാൾ അൺഹെൽത്തി ആണെന്നാണ് BMI പറയുന്നത്. അപ്പോൾ BMI ചാർട്ട് പറയുന്നത് വെച്ചാൽ ഈ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റൻ നമ്മുടെ ആവറേജ് ഇന്ത്യൻ ബോഡിയേക്കാളും അൺഹെൽത്തി ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോർത്തെ ഈ BMI എന്ത് നോൺസെൻസ് ആണെന്ന്. അതെല്ലാം പോട്ട് 2020 സ്റ്റഡി അനുസരിച്ച് 43% ഇന്ത്യക്കാർക്കും നോർമൽ BMI റേഞ്ചാണ്. പക്ഷേ അവർ അൺഹെൽത്തിയുമാണ്. ഇനി മൂന്നാമത്തെ മെയിൻ പ്രശ്നമാണ് അക്കാഡമിക് പ്രഷർ. നമ്മുടെ സ്കൂൾ കുട്ടിക്കാലം തൊട്ടേ നോർത്തെ നമ്മൾ 9 ക്ലാസ്സിൽ കയറിയാൽ വൈകിട്ട് 4 വരെ ക്ലാസ് ചെയ്യുന്ന പഠിക്കുകയാണ്. ഈ ടീച്ചർമാർ പഠിപ്പിക്കുന്ന ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും മാനേജർ ആവാനും മാത്രമാണ് പഠിപ്പിക്കുന്നത്. അവിടെ സ്കൂളിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഒളിമ്പിക് അത്ലറ്റ് ആവുന്നത്, എങ്ങനെയാണ് ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ അടിക്കുന്നത്, ഇതൊന്നും നമ്മൾ അവിടെ പഠിപ്പിക്കുന്നില്ല. ചെറുപ്പം തൊട്ടേ ഈ ഇരുന്ന് നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. അപ്പം ഇത് തന്നെ നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തും ചെയ്യും. ഈ സ്വഭാവം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് തന്നെ നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ലോങ് ടേമിൽ നമ്മൾ അൺഹെൽത്തി പേഴ്സണായിട്ട് മാറും. ശരിയാണ്, നമ്മൾ സയൻറ്റിഫിക് ആയിട്ടും മറ്റ് ഇൻ്റർനാഷണൽ കമ്പനീസിലും നമ്മുടെ ഒരു മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഹെൽത്തിൻ്റെ ഇൻഡെക്സിൽ നോക്കിയാൽ നമ്മൾ ഇന്ത്യക്കാർ ഇപ്പോഴും ഭയങ്കര ബാക്കിലാണ്. ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് ഇന്ത്യനെ അറിയപ്പെടുന്നത്. 2022 സർവേ വെച്ച് 40% ഇന്ത്യക്കാരും WHO പറയുന്ന മിനിമം ലെവൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി പോലും ചെയ്യുന്നില്ല. ഈ മിനിമം ലെവൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു വീക്കിൽ 150 മിനിറ്റാണ്. ഈ 150 മിനിറ്റ് എന്ന് വെച്ചാൽ 2.5 മണിക്കൂർ. അതുപോലും ഒരു ആവറേജ് ഇന്ത്യക്കാരന് കിട്ടുന്നില്ല. പിന്നെയുള്ള മെയിൻ റീസണാണ് ഫിറ്റ്നസ് ഇല്ലായ്മ. നമ്മുടെ ഇന്ത്യക്കാർക്ക് ഫിറ്റ്നസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് വരുമ്പം, ഇല്ലെങ്കിൽ ഇപ്പം 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ എൻ്റെ കല്യാണമുണ്ട്, അപ്പോൾ ആ സമയത്തിനുള്ളിൽ എനിക്ക് ഇത്ര വെയിറ്റ് കുറയ്ക്കണം, 10 കിലോ കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഡയറ്റ് എടുക്കും, കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്ത് ആ വെയിറ്റ് കുറയ്ക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ ആ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് ഇതേ പേഴ്സൺ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം ഫിറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എപ്പോഴും നമുക്ക് ജീവിതത്തിൽ വേണ്ട സംഭവമായിട്ട് എടുക്കണം. നമ്മൾ ഇന്ത്യക്കാരൊക്കെ പറയും, ഇപ്പോൾ ജിമ്മിൽ പോയി ഞാൻ വർക്കൗട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ പഴയതിനേക്കാൾ കൂടുതൽ വണ്ണം വെക്കത്തിലാണ്. അതൊക്കെ അട്ടർ നോൺസെൻസ് ആണ്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. വണ്ണം വെക്കുന്നത് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെയുള്ളൊരു പ്രശ്നമാണ് ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ. പണ്ടുള്ള ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്യും. ഭയങ്കരമായിട്ട് ഫാർമിങ്ങിനാണെങ്കിലും ഭയങ്കര കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനത്തെ ആക്ടിവിറ്റീസിലാണ്. അപ്പം ഇവർക്ക് ഭയങ്കരമായിട്ട് എനർജി വേണം ജോലി ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നെന്ന് വെച്ചാൽ നമ്മൾ അതേ ഫുഡ് ഹാബിറ്റ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ അതേ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻഹെറിറ്റ് ചെയ്തില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മിക്ക ആളുകളും വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിന്നാണ്. വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല. ഫോണിലും കമ്പ്യൂട്ടറിലും കൊണ്ട് മാത്രം വർക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പം. പക്ഷേ ആ പഴയ ഫുഡ് സ്ട്രക്ചർ തന്നെ ഇപ്പോഴും ഫോളോ ചെയ്ത് ആ പഴയ രീതിയിൽ തന്നെ പണ്ട് ആളുകൾ കഴിച്ചുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ വലിയ ഫിസിക്കൽ മൂവ്മെൻ്റ് ഇല്ല.
ഇതും ഒരു മെയിൻ കാരണമാണ് നമ്മൾ ഇന്ത്യക്കാർ സ്കിന്നി ഫാറ്റ് ആവാൻ. ഇന്നാണെങ്കിൽ എല്ലാം എളുപ്പമാണ്. സ്വിഗ്ഗി സൊമാറ്റോ വഴി ഒന്ന് നെക്കിയാൽ മാത്രം മതി, നമ്മുടെ കയ്യിൽ കിട്ടും ഏത് ഫുഡ് വേണമെങ്കിലും. അപ്പം ലൈഫ് ഇനിയും ഈസി ആകത്തേ ഉള്ളൂ. എല്ലാ കാര്യവും നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്ന അവസ്ഥയിൽ വരും. അപ്പം നമ്മൾ വീണ്ടും ലേസി ആയിട്ട് വീണ്ടും നമുക്ക് മൂവ്മെൻറ്റ് ഇല്ലാണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ അൺഹെൽത്തി ആവും. നമ്മൾ വീണ്ടും മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വേണം അതറിഞ്ഞ്, നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ല എന്നറിഞ്ഞ് നമ്മൾ തന്നെ വേണം നമുക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ. കാരണം ഫാർമ കമ്പനീസ് ഒന്നും ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല. നമ്മൾ അൺഹെൽത്തി ആണെന്നാണ് ഫാർമ കമ്പനീസിന് ഇഷ്ടം. എന്നാലേ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ ഡയറ്റ് ചേഞ്ച് ചെയ്യണം. കാർബോഹൈഡ്രേറ്റ്സ് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറച്ചുകൂടി പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം. കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചുകൂടി കുറച്ചിട്ട് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫിറ്റ്നസ്സിനെ നമ്മൾ സ്വീകരിക്കണം. കുറച്ചുകൂടി നമ്മൾ ആളുകൾ ഫിറ്റ്നസ് കൾച്ചറിലേക്ക് വരണം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.